സാമ്പത്തിക കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 52ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആരാധനാക്രമത്തെ കുറിച്ചുള്ള പ്രമാണരേഖ ചർച്ച ചെയ്യുന്ന എപ്പിസോഡുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അതിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആരാധനാക്രമ ഗ്രന്ഥങ്ങളുടെ നവീകരണം എന്ന വിഷയമാണ്. ആരാധനാക്രമ ഗ്രന്ഥങ്ങളുടെ നവീകരണം എന്ന വിഷയം സാമ്പത്തിക കൗൺസിലിൽ ചർച്ച ചെയ്യണം എന്ന് ആരാധനാക്രമ കമ്മീഷൻ ആവശ്യപ്പെട്ടപ്പോൾ അപ്പോഴും അതിനെ എതിർത്തത് വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവനായ കർദിനാൾ ഒക്ടാവിനി ആയിരുന്നു. അദ്ദേഹം എതിർക്കുന്നതിന് കാരണമായിട്ട് പറഞ്ഞത് സഭകളുടെ ദൃശ്യവും അദൃശ്യവുമായ സാന്നിധ്യം, അതായത് ദൃശ്യമായ സഭയുണ്ട്, അദൃശ്യമായ സഭയുണ്ട്. ആ സങ്കല്പം കത്തോലിക്ക സഭയിൽ ഒരു പരിധിവരെ സ്വീകാര്യമായ സങ്കല്പമായിരുന്നു. ഈ സങ്കല്പങ്ങൾ വ്യക്തമായിട്ട് നിർവഹിച്ചിട്ടില്ല, സങ്കല്പങ്ങൾ കൃത്യമല്ല. ദൃശ്യവും അദൃശ്യവുമായ സഭകളെക്കുറിച്ചുള്ള ധാരണകൾ വ്യക്തമായതിനു ശേഷം മതി ആരാധനാക്രമ നവീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ. രണ്ടാമതൊരു കാരണം കൂടി അദ്ദേഹം പറഞ്ഞു, ഇത്തരം വിഷയങ്ങളൊക്കെ പണ്ഡിതോചിതമായി പഠിച്ചും പഠനത്തിൻ്റെ ഫലങ്ങൾ അവതരിപ്പിച്ചതിനു ശേഷം മതി. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, 17ാം നൂറ്റാണ്ട് മുതൽ ആരാധനാക്രമ നവീകരണ പ്രസ്ഥാനങ്ങളിലൂടെയും ആരാധനാക്രമ സമ്മേളനങ്ങളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും ഒക്കെ ഉണ്ടായിരുന്ന പ്രസിദ്ധീകരണങ്ങളിലൂടെയും മാസികകളിലൂടെയും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന നൂറ്റാണ്ടുകളുടെ പരിശ്രമങ്ങൾ, പണ്ഡിതരുടെ പഠനങ്ങളും അതിൻ്റെ ഫലങ്ങളും അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ പണ്ഡിതരുടെ പഠനങ്ങളുടെ ഫലങ്ങൾ ഒന്നും കർദിനാൾ ഒക്ടാവിനി കണ്ടിരുന്നില്ലേ, കേട്ടിരുന്നില്ലേ, അറിവില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു പോകും. എന്തായിരുന്നാലും ഇത്തരം രണ്ട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാധനാക്രമ ഗ്രന്ഥങ്ങളുടെ നവീകരണം എന്ന വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല, അതിപ്പോഴാവശ്യമില്ല എന്ന് കർദിനാൾ ഒക്ടാവിനി വാദിച്ചു. യൂറോപ്പിൽ നിന്നുള്ള പണ്ഡിതരായ മെത്രാന്മാരും പെരിത്തിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്കൊക്കെ കർദിനാൾ ഒക്ടാവിനിയുടെ വാദത്തെ ഖണ്ഡിക്കാനായിട്ട് പെട്ടെന്ന് സാധിച്ചില്ല. എന്നാൽ അപ്പോൾ ആഫ്രിക്കയുടെ മെത്രാൻ സംഘത്തിൻ്റെ പ്രതിനിധിയായിരുന്ന ടാൻസാനിയയുടെ തലസ്ഥാനമായ ദർസലാമിൻ്റെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ റുഗാബുവ അജപാലനപരമായ കാരണങ്ങളാൽ ആരാധനാക്രമ നവീകരണം ആവശ്യമാണെന്നും കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യേണ്ടതാണെന്നും വാദിച്ചു. മാത്രമല്ല മഡഗാസ്കറിൻ്റെ മെത്രാന്മാരും ടാൻസാനിയയുടെ തലസ്ഥാനമായ ദർസലാമിൻ്റെ ആർച്ച് ബിഷപ്പായ കർദിനാൾ റുഗാബുവയുടെ വാദങ്ങളോട് കൂടിച്ചേർന്നുകൊണ്ട് അജപാലനപരമായ കാരണങ്ങളാൽ ആരാധനാക്രമം എന്ന വിഷയം ചർച്ച ചെയ്യുകയും ആരാധനാക്രമ ഗ്രന്ഥങ്ങളുടെ നവീകരണം ആവശ്യമാണെന്നും ആരാധനാക്രമം ഓരോ സംസ്കാരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ ആവശ്യങ്ങളനുസരിച്ച് ജനങ്ങളുടെ അജപാലനത്തിന് വേണ്ടി ആയതുകൊണ്ട് അജപാലനപരമായ കാരണങ്ങളാൽ അവയ്ക്ക് നവീകരണങ്ങൾ ആവശ്യമാണെന്ന് വാദിച്ചു. ആ വാദങ്ങൾ മറ്റു മെത്രാന്മാർക്കൊക്കെ സ്വീകാര്യമായി. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഒരു ചിന്തകൾ ഉയർന്നു എങ്കിലും നവീകരണ ആഭിമുഖ്യങ്ങളായിരുന്നു കൂടുതലായിട്ടും സഭാപിതാക്കന്മാരെ സ്വാധീനിച്ചത്. അതുകൊണ്ട് ആരാധനാക്രമ ഗ്രന്ഥങ്ങൾ നവീകരിക്കണമെന്ന തീരുമാനത്തിലേക്ക് സഭാപിതാക്കന്മാരെത്തി. നവീകരിക്കാനുള്ള കർമ്മ പദ്ധതികളുമായി കമ്മീഷനും പണ്ഡിതരും മുന്നോട്ട് പോയി. പിന്നീട് അവ ചർച്ച ചെയ്യുകയും നവീകരിക്കുകയും ചെയ്തു.